ശബരിമല സ്വർണ്ണ കേസ് വിവാദത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെട്ട ഒരു പേരാണ് നടനായ ജയറാമിൻ്റേത്. ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി പൂജ നടത്തിയെന്ന് പോറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇത് ശരിവെക്കുന്ന രീതിയിലായിരുന്നു ജയറാമും സംസാരിച്ചത്. പോറ്റി ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ അയ്യപ്പന്റെ അവിടെ ഇരിക്കുന്ന സ്വർണ്ണപ്പാളിയല്ലേ എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മറ്റൊരു സുഹൃത്തും കൂടി പോയിട്ടുണ്ടെന്ന് ജയറാം സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അതിനർത്ഥം പോറ്റിയുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നൊന്നുമല്ലെന്നും ജയറാം വ്യക്തമാക്കി. പോറ്റിയുമായി യാതൊരു തരത്തിലുള്ള പണമിടപാടില്ലെന്നും ജയറാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാവിധത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴിതാ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നടൻ ജയറാമിന് ഇഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത തേടാനാണ് ഇഡി നോട്ടീസ് നൽകിയിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ട് നടനെ നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ജയറാമും പോറ്റിയും ചേർന്ന് പൂജ നടത്തുന്ന വീഡിയോകളും ദൃശ്യങ്ങളും ഒക്കെ മുമ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സ്വർണ്ണവാതിൽ, ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി, ദ്വാരപാലക പാളികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് 2019 കൊള്ള നടന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ജയറാമിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ജയറാമിനെ വിളിപ്പിച്ചിരിക്കുന്നത്. ശബരിമലയിൽ വെച്ചാണ് തനിക്ക് പോറ്റിയുമായി ബന്ധമെന്നും നിരവധി തവണ പൂജകൾക്കായി വീട്ടിൽ എത്തിയിട്ടുണ്ടെന്നും ജയറാം മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇഡി ഇപ്പോൾ പ്രത്യേകിച്ച് ജയറാമിനെ വീണ്ടും നോട്ടീസ് അയച്ചിട്ടുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്താണ് മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.